Hi everyone, welcome to Ask IAS. Mains examination പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The most important stage in UPSC Civil Service Examination. ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Can we predict or anticipate the mains questions? ഈ ചോദ്യം എന്നോടാണെങ്കിൽ ഉത്തരം തീർച്ചയായും yes എന്നാണ്. അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ത്രീ തിങ്സ്. ഫസ്റ്റ് വൺ, ദ ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഈച്ച് പേപ്പേഴ്സ്. അതായത് 4 GS പേപ്പറുകളിലും ടോപ്പിക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. സെക്കൻഡ് വൺ, ദ ടോപ്പിക് വൈസ് ഡിവിഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. തേർഡ് വൺ, ദ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ഓഫ് ലാസ്റ്റ് 1 year. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ വർഷം UPSCയിൽ ചോദിച്ച മെയിൻസിന് ചോദിച്ച ചോദ്യങ്ങളിൽ ഏകദേശം 40% ചോദ്യങ്ങൾ ആസ്ക് IASന്റെ ടെസ്റ്റ് സീരീസിൽ ചോദിച്ച ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3 കാര്യങ്ങളെ ബേസ് ചെയ്താണ് വരുന്നത്. ഒന്ന്, സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഈച്ച് പേപ്പർ. ഫോർ എക്സാമ്പിൾ, പേപ്പർ 1 GSന്റെ പേപ്പർ GS1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായും വരുന്ന സബ്ജക്റ്റുകൾ ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി, ദെൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ജോഗ്രഫി. ഈ 3 സബ്ജക്റ്റുകളാണ്. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ 3-4 വർഷമായി കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന 75 മാർക്സിന്റെ ക്വസ്റ്റ്യനുകളാണ്. 3 10 മാർക്കിന്റെയും 3 15 മാർക്സിന്റെയും ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അതിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്വസ്റ്റ്യനുകൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ സബ്ജക്ട് വൈസും ഓരോ പേപ്പറിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ പേപ്പറിലും എത്രമാത്രം ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ എത്രമാത്രം മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ വരുന്നു എന്ന് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. അത് വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80 to 100 മാർക്സ് വരെ ഇത് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. 2, ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഡിവിഷൻ ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകളെ ഈ ടോപ്പിക് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാകും. അതായത് ചില ഏരിയാസിന് അല്ലെങ്കിൽ UPSC ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട്, ചില ടോപ്പിക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഏരിയയിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് ചോദിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ചോദ്യങ്ങൾ പല ആംഗിളുകളിൽ അത് ചോദിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, പേപ്പർ 1 നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഈ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് റിസോഴ്സസ് എന്ന് പറയുന്ന റിസോഴ്സസ് സൗത്ത് ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ റിസോഴ്സസ് അതിനൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇന്ത്യയിലുള്ള റിസോഴ്സിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ആണ് വാട്ടർ റിസോഴ്സസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2014 മുതൽ 2021 വരെ നടന്ന മെയിൻസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ എല്ലാ വർഷവും വാട്ടർ റിസോഴ്സസ് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിൽ അത് വെറ്റ്ലാൻഡുമായി കണക്ട് ചെയ്തിട്ടായിരുന്നെങ്കിൽ അതിന് മുമ്പത്തെ വർഷം വാട്ടർ സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്ത്, ഫ്ലഡുമായിട്ട് കണക്ട് ചെയ്ത്, സർഫസ് വാട്ടറുമായിട്ട്, ഇൻലാൻഡ് നാവിഗേഷനുമായിട്ട് കണക്ട് ചെയ്ത്, അണ്ടർഗ്രൗണ്ട് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ പല പല ആംഗിളുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. പക്ഷേ ഇതെല്ലാം ഏത് ഏരിയയുമായിട്ട് കണക്ട് ചെയ്താണ്? വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. കാരണം വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ സർഫസ് വാട്ടർ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, അതിൻ്റെ പൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ കൺസർവേഷൻ ഉണ്ട്, അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, സർഫസ് വാട്ടർ ഡിപ്ലീഷൻ പോലുള്ള ഇഷ്യൂസ്, വാട്ടർ സ്ട്രെസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ഇങ്ങനെ ഡിഫറെൻറ്റ് വൈഡറായിട്ടുള്ള ഇഷ്യൂസ് ആ ഒരു ഒറ്റ ടോപ്പിക്കിന് താഴെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഈ വർഷവും 2022 നമുക്ക് ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആന്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന വാട്ടർ സ്കേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ സർഫസ് വാട്ടർ റിസോഴ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ഇത് വൺ ഓഫ് ദ എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ പല ഏരിയാസിൽ നിന്നും എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിലും നമുക്ക് ഒരു പാറ്റേൺ UPSC ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. ഇനി പേപ്പർ 3 നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യനുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് ഒരു പർട്ടിക്കുലർ ഡിസാസ്റ്റർ. സൈക്ലോൺ എന്ന് പറയുന്ന ഡിസാസ്റ്റർ എന്താണ്, അല്ലെങ്കിൽ സുനാമി എന്താണ് എന്നുള്ള ചോദ്യങ്ങളല്ല അവിടെ ചോദിക്കുന്നത്. അവിടെ എപ്പോഴും ചോദിക്കുന്നത് ഒരു ഡിസാസ്റ്റർ വന്നാൽ, ആ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അത് ഡിസാസ്റ്റർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വൾണറബിലിറ്റി എങ്ങനെയാണ്, ആ വൾണറബിലിറ്റിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് എങ്ങനെയാണ്, ആ ഡിസാസ്റ്റേഴ്സിനെ എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാം, അതിന് വേണ്ടി എടുക്കേണ്ട പ്രിക്കോഷൻ മെഷേഴ്സ് എന്താണ്. അപ്പോൾ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്ന ചോദ്യം. അതിന് പല രീതിയിലുണ്ട്. ഒന്ന്, ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പുള്ള പ്രിപ്പയർനെസ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇനി ആ ഡിസാസ്റ്റർ വരുമ്പോഴെന്താണ്, അതിന് ശേഷം എന്താണ്,
അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ്, അതായത് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഇഷ്യൂവിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സെൻഡായി ഫ്രെയിംവർക്കും ഒക്കെയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ, അതെല്ലാം എന്താണ്, ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ടേം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. അല്ലാതെ ഒരു ഡിസാസ്റ്റർ എന്താണ്, ആ ഡിസാസ്റ്ററിനെ പറ്റി ഡീപ്പായി ചോദിക്കുന്നതിന് പകരം ഒരു ഡിസാസ്റ്റർ ചോദിച്ചാൽ പോലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, ആദ്യം നമ്മൾ പറഞ്ഞു ഏത് ഏരിയയിൽ നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഒരു ഏരിയയിൽ നിന്ന് ഏത് രീതിയിലാണ്, ഏത് പർട്ടിക്കുലർ ആംഗിളിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെയും ചില പാറ്റേണുകൾ UPSC പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ക്വസ്റ്റ്യനുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ മൂന്നാമതൊരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ, കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ഇപ്പോൾ നിങ്ങൾ ഒരു വർഷമായിട്ട് UPSC പ്രിപ്പയർ ചെയ്യുന്ന, ചിലപ്പോൾ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ആ ലാസ്റ്റ് ഇയറിലുണ്ടായ കറണ്ട് അഫേഴ്സുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്ത് വളരെയധികം ചോദ്യങ്ങൾ വന്നിരിക്കുന്നേക്കണം, എസ്പെഷ്യലി പേപ്പർ 2-ലും പേപ്പർ 3-ലും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയർ 2021 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വുമൺ റെപ്രസെൻറ്റേഷൻ ഇൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട്. അതെന്തുകൊണ്ട് വന്നു എന്ന് നോക്കിയാൽ 2021 നമുക്കറിയാം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ശ്രീ രമണ്ണ അദ്ദേഹം 50% വിമൻ റിസർവേഷൻ ഇൻ ജുഡീഷ്യറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഡിബേറ്റ് ഇവിടെ എന്തുമായി ചേർന്ന് നടന്നു, വുമൻ റിസർവേഷൻ ഇൻ ജുഡീഷ്യറി എന്നുള്ള കാര്യങ്ങളിൽ വന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. അതിന് മുമ്പത്തെ വർഷം നോക്കിയാൽ പേപ്പർ 1 നിങ്ങൾക്ക് ഈ മില്യൺ പ്ലസ് സിറ്റീസിൽ നടക്കുന്ന ഫ്ലഡിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ റീസെന്റ് ടൈമിലായിട്ടാണ് ഹൈദരാബാദിലും പൂനെയിലും ഒക്കെ ഫ്ലഡ് ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ റിലവൻസ് നമുക്ക് കാണാം. അപ്പോൾ കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്ത് ഡയറക്ട്ലി കറണ്ട് അഫേഴ്സ് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നതിന് പകരം ആ കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേണലാണ് യോജന കുരുക്ഷേത്ര എന്നൊക്കെ പറയുന്നത്. കാരണം യോജനയിലൊക്കെ വരുന്ന ആർട്ടിക്കിൾ, കുരുക്ഷേത്രയിലും യോജനയിലും വരുന്ന ആർട്ടിക്കിൾ പല പ്രാവശ്യവും നമ്മൾ കാണാറുണ്ട് UPSC എക്സാമിന് പ്രചോദനമാവുന്നത്. ഈ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഈച്ച് പേപ്പർ, ടോപ്പിക്കുവൽ ഡിവിഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ കറണ്ട് അഫേഴ്സ് ഓഫ് ലാസ്റ്റ് 1 ഇയർ, ഇതുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു രീതിയിൽ തന്നെ UPSC ക്വസ്റ്റ്യൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇത്ര മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുമെന്നും അതിന് ഈ ഏരിയാസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ആ ഏരിയയിൽ നിന്ന് മാത്രം വരുമെന്നല്ല, അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു 80% ക്വസ്റ്റ്യനുകൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ കറണ്ട് അഫേഴ്സും വെച്ച്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കിയാൽ വലിയൊരു ഭാഗം UPSC മെയിൻസിൻ്റെ ജനറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യനുകൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. 100% കിട്ടുമെന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും വളരെ വലിയൊരു ഏരിയ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ, അതിന് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് UPSC മെയിൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുക. നമ്മൾ ഈ UPSCയുടെ സിലബസ് എടുത്ത് വെച്ച് മൊത്തം ടോട്ടലി ഇരുന്ന് വായിക്കാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ജേർണലുകളും എല്ലാ കാര്യങ്ങളും ഡംപ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ ആ എക്സാം ക്ലിയർ ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വളരെ വലിയൊരു ടാസ്ക്കാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഓപ്ഷനിൽ പഠിക്കാനുണ്ട്, ജനറൽ സ്റ്റഡീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എക്സാമിനെ കൃത്യമായി മനസ്സിലാക്കി ഇതിനു വേണ്ടി എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ബാക്കിയുള്ള ടോപ്പിക്സ് ഒഴിവാക്കണമെന്നല്ല, അത് ഉൾപ്പെടെ പഠിച്ച് പക്ഷേ ഈ ഏരിയകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന UPSC മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേപ്പർ 1 GSൻ്റെ GS1, GS2, GS3, GS4 ഓരോ പേപ്പറിൻ്റെയും അതിൽ വരുന്ന ഓരോ സബ്ജക്റ്റിൻ്റെയും അനാലിസിസുമായി അതിൻ്റെ ഓരോ വർഷത്തെയും ട്രെൻഡ് എങ്ങനെയാണ്, അതിൻ്റെ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ വരുന്നത്, എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം തുടങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് ആസ്ക് IASൻ്റെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്.